ആമമോതിരം ആർക്കൊക്കെ ധരിക്കാമെന്നുള്ളൊരു വിഷയമാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതുപോലെ ആമമോതിരത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആമമോതിരം അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ധരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മുടെ ജാതകം നോക്കിയിട്ട്, നിങ്ങൾ ആരെങ്കിലും അടുത്തൊരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ആമമോതിരം ധരിക്കാമോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ആമമോതിരം ധരിക്കുക. അല്ലാതെ വെറുതെ ഒരു ഫാഷന് വേണ്ടി ധരിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല ആമമോതിരം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഓവർ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഓവർ വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആമമോതിരം ധരിച്ചാൽ കുറച്ച് നല്ലതാണ്. എന്നാലും നമ്മൾ ജാതകം നോക്കിയിട്ട് വേണം ധരിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഭയങ്കര മന്ദഗതിയിലായി പോകും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേരെ ചൊവ്വേ നടന്നുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ ആമമോതിരം ധരിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും മുടക്കത്തിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ വളരെ മന്ദഗതിയിലാവുന്നതും വിചാരിച്ച കാര്യങ്ങൾ സമയത്തൊന്നും നടക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നതൊക്കെയാണ് ഞാൻ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ജാതകം നോക്കാതെ ആമമോതിരം ധരിക്കരുത്.